അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറേണ്ട വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പൊറാട്ട ഇപ്പോൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പയറും സാധനങ്ങളൊക്കെ പീടിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി കട്ട് ചെയ്യാനുണ്ട്. നമ്മൾ ഷെസൂട്ടൻ ഇതാ ഫുഡ് വെച്ച് കൊടുത്തിട്ട് അതും വെച്ച് കളിക്കുക കേട്ടോ. അങ്ങനെ സബോളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കറിക്കുള്ളതായിട്ടുണ്ട്. പിന്നെ ഒന്ന് സ്നാക്കായിട്ട് നമ്മുടെ പോക്കറ്റ് ഷവർമ ഉണ്ടല്ലോ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുന്ന വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിൻ്റെ മുന്നേ ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിലുണ്ട് കേട്ടോ. റമദാൻ വ്ളോഗിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് കാണാത്തവർക്ക് ആണെങ്കിൽ കാണാമെന്നുള്ള രീതിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുകയാണ്. പിന്നെ ക്യാമറ ഒരു കയ്യിലുണ്ട്, അതും ഹാൻഡിൽ ചെയ്യണം. അതേപോലെ തന്നെ വെജിറ്റബിൾ കട്ടിങ്ങും നടക്കണം. എല്ലാം കൂടെ ഒരാൾക്ക് കഴിയൂലല്ലോ. അപ്പോൾ എല്ലാം ഉള്ളതുകൊണ്ട് വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദ ജസ്റ്റ് ഒന്ന് ചുടുവെള്ളത്തിലൊന്ന് കുറുക്കിയെടുക്കുകയാണ്. 4 ഭാഗവും ബ്രെഡ് സ്ലൈസ് ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ഒട്ടിച്ചെടുക്കുകയാണ്. ഒട്ടിക്കണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്, കാരണം ഞാൻ തന്നെയല്ലേ ഒട്ടിക്കണത്. അപ്പം ഇങ്ങനെ വീഡിയോ എടുക്കും. അങ്ങനെ നമ്മൾ കറിക്കുള്ള ഉള്ളിയൊക്കെ അവിടെ അങ്ങനെ വാട്ടുന്നുണ്ട്. ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കറിക്കുള്ളത്. ഇത് നമുക്ക് പോക്കറ്റ് ഷവർമയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അത് ഞാൻ വേറെ ബോൺലെസ് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് കുക്കറിലിട്ടിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒരു 3-4 വിസിൽ കളഞ്ഞെടുത്താൽ അത് വന്നിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനത് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്രെഡ് സ്ലൈസൊക്കെ ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബ്രെഡ് കോഴിമുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് എന്ത് ചെയ്യണം, ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4 കോഴിമുട്ട മിക്സിയുടെ ജാർക്ക് ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാലുണ്ടെന്നുണ്ടെങ്കിൽ പാലൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഈ ഒരു മുട്ടയുടെ ഒരു ടേസ്റ്റ് കിട്ടാതെക്കാൻ വേണ്ടിയിട്ടാണ് പാലും കൂടെ യൂസ് ചെയ്യണത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ക്യാപ്സിക്കനും ക്യാരറ്റും കക്കരിക്കയും പിന്നെ ഒരു ചെറിയൊരു ക്യാബേജിൻ്റെ കഷ്ണവും പിന്നെ വേണ്ടത് ചിക്കന് മയോണൈസ്, ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ വേണ്ടത്. അതൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു മിക്സിയുടെ ജാർക്ക് പാലൂടെ ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഞാൻ മുൻപും എൻ്റെ വീഡിയോസുകൾ കണ്ടവരൊക്കെ ഉണ്ടാവില്ലേ, കാണാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇടുന്നത്. അല്ലാണ്ടൊന്നും ലാഗാക്കിയിട്ടൊന്നും ഇടണില്ല. ഇവിടെ മുട്ട ഞാൻ ബീറ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബ്രെഡ് സ്ലൈസ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതിന് മുന്നേ ഞാൻ സ്നാക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പോയിട്ട് ചാനലിൽ കാണാം. പിന്നെ അവസാനമായപ്പോഴാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുത്തുവെത്തിയത്. അപ്പോൾ അങ്ങനെ ഓന് വീഡിയോ എടുത്തന്നപ്പോഴേക്കും എന്താ പറയുക, നമ്മൾ അവസാന ഘട്ടത്തേക്ക് എത്തിയിട്ടുണ്ട്. ലാസ്റ്റിലെ ബ്രെഡ് സ്ലൈസ് ആണ്. അപ്പം എല്ലാ സാധനങ്ങളും അതിന് ഒപ്പിച്ച് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കക്കരിക്ക കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ലാസ്റ്റ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചാണ്. കാരണം പെട്ടെന്ന് വെള്ളമായി പോവും. പിന്നെ ഞാൻ അതിലേക്ക് സവോളയുടെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ നമ്മുടെ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ 2 ചെറിയ പാക്കറ്റ് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി കക്കരിക്ക കട്ട് ചെയ്യാനും കൂടെ ഉണ്ട്. കുറച്ച് ചപ്പിൻ്റെ ഇലയും കൂടെ അതിൽ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഞാൻ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കനും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ ചിക്കനൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ പറയുക, ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് സുർക്ക കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5-2 ടീസ്പൂണ് ടൊമാറ്റോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഞാൻ നമ്മുടെ ഈ ഒരു ബ്രെഡ് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. കൂട്ടിക്ക് വേണ്ടിയത് കുറച്ച് ഉപ്പ് ഇടണം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ്. പിന്നെ മയോണൈസ് ഉണ്ടാക്കാനുണ്ട്, മയോണൈസ് കൂടെ അതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബാങ്ക് കൊടുക്കാനൊക്കെ സമയമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസൊക്കെ എന്ത് ചെയ്യുകയാണ്, ഞാൻ നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കുകയാണ്. പിന്നെ ഈ ഒരു സ്നാക്ക് ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ടൊക്കെ കമൻറ്റ് ബോക്സിൽ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് എന്താ പറയുക കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഇതാ നാരങ്ങ വെള്ളം ഉണ്ടാക്കാണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നാരങ്ങ കൂടെ പിഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് നിറച്ച് കൊടുക്കാനും കൂടെ ഉണ്ട്. കൊടുക്കാൻ കുറച്ച് സമയം കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്പുറത്തുനിന്ന് എനിക്കത് കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഈ ബ്രെഡിൻ്റെ നടുകിലായിട്ട് ഞാൻ ഈ ഒരു ഫില്ലിങ്സ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നോമ്പ് തുറന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹറിബറി ആയിരുന്നു. എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ ഇക്കുന്നുണ്ടായിരുന്നില്ല. ഇക്ക ജ്യൂസ് അടിക്കലിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇക്കാനെ വെയിറ്റ് ചെയ്ത് നിന്ന് അങ്ങനെ ഇക്ക എത്തിയതും ഇല്ല. ഇക്ക വണ്ടിയിൽ പോയിട്ട് അങ്ങനെ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. എത്തിയപ്പോൾ നമ്മുടെ ഇവിടെ ഫില്ലിങ്സ് ഇങ്ങനെ നിറച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നുണ്ട്, ജ്യൂസ് ഉണ്ടാക്കാനുണ്ട്, എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ നോമ്പ് തുറ എന്ന് പറയുന്നത്. പിന്നെ നാരങ്ങ വെള്ളമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ.
അങ്ങനെ ഉമ്മ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് സപ്പോട്ട ജ്യൂസാണെന്ന്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോട്ട ജസ്റ്റ് തൊലിയൊക്കെ കളഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പയറൊന്നും ഇതുവരെ തീമക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പൊരിച്ചൊക്കെയുള്ളതും കൂടെ ഉണ്ടാക്കാനുണ്ട്. ഷെസൂട്ടൻ എന്താ അവിടെ വായിലൊക്കെ എന്തൊക്കെ ഇട്ടിട്ട് ബ്രെഡും ഒക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓനെ നോക്കാൻ തന്നെ 1-2 ആൾ വേണം. അവിടെ വലിച്ചിട്ടും ഇവിടെ വലിച്ചിട്ടിട്ടും അങ്ങനെ നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സമയമൊക്കെ അങ്ങനെയൊക്കെ പോകും. അങ്ങനെ ജ്യൂസ് അടിക്കാനുള്ള ചിക്കൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പ് എന്നൊക്കെ കേട്ടോ. നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയറൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ. നമ്മുടെ പോക്കറ്റ് ഷവർമയും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒരു പാത്രത്തിലേ സെറ്റായിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കിയൂടെ നിറക്കാനുണ്ട്. കുറച്ചധികം ആയിപ്പോയോ എന്നൊരു സംശയം. സാരില്ല, എന്നാലും കഴിച്ച് തീർക്കുക, അല്ലെങ്കിൽ നമുക്ക് നാളെ എടുക്കാമല്ലോ. അങ്ങനെ അതുകൂടെ ഞാൻ നിറച്ച് വെക്കുന്നുണ്ട്. പിന്നെ ജ്യൂസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇക്കണ്ടാക്കണ ജ്യൂസിൻ്റെ അത്രയൊന്നും എത്തൂല, എന്നാലും ജ്യൂസ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടിച്ചതാണ് കേട്ടോ. ഇക്കണ്ടാക്കണ ജ്യൂസ് നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ അധികം വെള്ളമൊന്നും ചേർക്കാനൊന്നും അയക്കുണ്ടാവില്ല. പിന്നെ ഇതാ ഉപ്പ വത്തക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ബത്തക്കാന്ന് എന്തോ ആണ് പറഞ്ഞ് തോന്നുന്നുണ്ട്. ആരൊക്കെയോ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ഷമിക്കണം, ഞാൻ വത്തക്കാന്നാണെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഞാനും ശ്രദ്ധിച്ച് കേൾക്കാൻ നിൽക്കണ്ട. അതിന് നമ്മളെത്ര നല്ലത് പറഞ്ഞാലും ആരും കാണൂലല്ലോ, കേൾക്കൂലല്ലോ. എന്തെങ്കിലും തെറ്റ് പറയാൻ കത്തിക്കേക്കാരാണല്ലോ മിസ്റ്റേക്ക് പറയാൻ അല്ലേ ആ കമൻറ്റ് ഇട്ടാളെ. ഞാൻ വെറുതെ പറഞ്ഞിട്ട് നിങ്ങൾ ഇഷ്ടമുള്ളത് കമൻറ്റ് ഇട്ടോളിട്ടോ, നമുക്ക് കുഴപ്പമുള്ള കാര്യമില്ല. അങ്ങനെ പിന്നെ നോമ്പറക്കാൻ സമയമായിട്ടുണ്ട്. സംഭവങ്ങളൊക്കെ നേരത്തെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഹറിബറിയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് കണ്ട് അങ്ങനെ എടുത്തതാട്ടോ. നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, ഓഫാക്കിയിട്ടുണ്ട്. ഇനി കിച്ചണ് ക്ലീൻ ചെയ്യാനും നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷെസൂട്ടന് ഇവിടെ എന്തൊക്കെയോ പരിപാടിയാണ്. പിന്നെ കുറച്ച് മയണൈസൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോക്കറ്റ് ഷവർമൊക്കെ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കിയിട്ടാ. അപ്പോൾ അത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പൊറാട്ടയ്ക്കുള്ള മാവ് ഈശലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയം നമ്മളൊക്കെ നിസ്കരിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ വീഡിയോ എടുക്കാൻ ഒരാളൊക്കെ ഏൽപ്പിച്ച് പോയതായിരുന്നു. പൊറാട്ട ചുടലും കാര്യങ്ങളൊക്കെ കുറച്ച് നൈറ്റൊക്കെ ആവും. അപ്പോൾ ആ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുക്കണില്ല കേട്ടോ. ഷെസൂട്ടൻ ജസ്റ്റ് എൻ്റെ അടുത്ത് നിന്ന് മാറിക്കുന്ന സമയത്താണ് വീഡിയോ എഡിറ്റിങ്ങും പിന്നെ വോയിസ് കൊടുക്കലും സംഭവങ്ങളൊക്കെ നടക്കൽ കേട്ടോ. അപ്പോൾ പിന്നെ നൈറ്റ് ഇനിയിപ്പോൾ വീഡിയോ എടുത്ത് എല്ലാം പാടെ എഡിറ്റ് ചെയ്ത് ചേർക്കുമ്പോഴത്തേക്കും ഓൻ ഉറങ്ങാൻ തന്നെ 12 മണി 1 മണിയാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ കുറേ സമയമാവും. പിന്നെ വീഡിയോ അപ്ലോഡ് ഇടാനും ഇതിനൊന്നും സമയമൊന്നും കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുക്കണില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴും ഇപ്പോൾ ഇവിടെ പൊറാട്ട വീശി കൊണ്ട് നിൽക്കുകയാണ്. വീശലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, പയറൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ. പയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പാല് കാച്ചാണ്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇക്ക നോമ്പൊക്കെ തുറക്കുകയാണ്. അല്ല, നോമ്പ് അവിടുന്ന് തുറന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് കഴിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പയറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ്